ഹായ് ഫ്രണ്ട്സ്, കർഷക സുഹൃത്തുക്കളിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ബ്രഷ് കട്ടറിലെ വാട്ടർ പമ്പ് അറ്റാച്ച്മെൻ്റ് ആണ്. മുൻപ് നമ്മൾ പല വാട്ടർ പമ്പ് അറ്റാച്ച്മെൻറ്റുകളും പരിചയപ്പെട്ടിട്ടുണ്ട്. അത് ഗിയർ സെറ്റ് മാറ്റി അതിൽ ഫിറ്റ് ചെയ്യുന്നതായിരുന്നു. എന്നാൽ ഇത് എൻജിനിൽ നേരിട്ട് ഫിറ്റ് ചെയ്യുന്ന ഒരു അറ്റാച്ച്മെൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്ന സാധനങ്ങൾ. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഫിറ്റ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഇന്നും നമ്മൾ പതിവ് പോലെ ഈ അറ്റാച്ച്മെൻറ്റ് ഫിറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 2 സ്റ്റോക്ക് ബ്രഷ് കട്ടറിൻ്റെ എൻജിനിലേക്കാണ്. എൻജിൻ ഞാൻ പല പ്രാവശ്യം അഴിച്ച് കാണിച്ചിട്ടുള്ളതാണ് മറ്റു വീഡിയോകളിൽ. അതുകൊണ്ട് ഇപ്പോൾ പിന്നെയും കാണിക്കുന്നില്ല. വീഡിയോയുടെ ലെങ്ത് കൂടുമെന്നുള്ളതിനാലാണ് അത് ഒഴിവാക്കുന്നത്. അറ്റാച്ച്മെൻറ്റിനോടൊപ്പം വന്ന റബ്ബർ ബുഷാണ് നമ്മൾ ഇപ്പോൾ ഫിറ്റ് ചെയ്യുന്നത്. ഈ ബുഷ് പൂർണ്ണമായിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യുന്നില്ല, കാരണം അത് സെറ്റ് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കേണ്ടി വരും. ഇനി നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്ന ഒരു ക്ലാമ്പാണ്. അത് ഫിറ്റ് ചെയ്യാനുള്ള ബോൾട്ടും ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതും നമ്മൾ ഫുൾ ടൈറ്റ് ചെയ്യാൻ പാടില്ല, കാരണം അത് അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ ലെങ്ത് കറക്റ്റ് ചെയ്തിട്ട് വേണം അത് ഫിറ്റ് ചെയ്യാൻ. ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്ന മറ്റൊരു ക്ലാമ്പാണ്. അത് 2 ടൈപ്പാണ് വരുന്നത്. ഒരെണ്ണം 4 സ്ട്രോക്കിനും ഒരെണ്ണം 2 സ്ട്രോക്കിനും. അതായത് ഹോണ്ട പോലുള്ള ബ്രഷ് കട്ടറിനും ഉപയോഗിക്കാവുന്ന ഒരു ക്ലാമ്പാണിത്. ഇത് 2 സ്ട്രോക്ക് ബ്രഷ് കട്ടറിന് വേണ്ടി ഉള്ളതാണ്. അതുകൊണ്ട് ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ അറ്റാച്ച്മെൻറ്റ് 4 സ്ട്രോക്കിനും 2 സ്ട്രോക്കിനും നമുക്ക് ഫിറ്റ് ചെയ്യാൻ കഴിയും. ഇനി നമ്മൾ ക്ലാമ്പിലൂടെ ബോൾട്ട് കടത്തിക്കൊണ്ട് എൻജിനിലേക്ക് ഫിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ താഴത്തെ ബോൾട്ട് മാത്രമാണ് എൻജിനിലേക്ക് ഫിറ്റ് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ 4 ബോൾട്ടാണ് നമുക്ക് എൻജിനിലേക്ക് ഫിറ്റ് ചെയ്യാനുള്ളത്. ഇതിലിപ്പോൾ ഫിറ്റ് ചെയ്യുന്നത് താഴെയുള്ള 2 ബോൾട്ടുകളാണ്. അത് ക്ലാമ്പിനോട് ചേർത്താണ് ഫിറ്റ് ചെയ്യുന്നത്.
ഫുൾ ടൈറ്റ് ചെയ്യുന്നതിന് മുമ്പായി നമുക്ക് ബാക്കിലെ ബുഷിലുള്ള ബോൾട്ടും കൂടെ ടൈറ്റ് ചെയ്യണം. ഇനി താഴെയുള്ള ബോൾട്ടുകൾ നമുക്ക് ഫൈനൽ ടൈറ്റ് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് ആക്സിലേറ്ററും അതുപോലെ തന്നെ സ്വിച്ചും ഫിറ്റ് ചെയ്യാനുള്ള സംവിധാനമാണ്. ഇനി നമ്മുടെ ബാക്കിയുള്ള എൻജിനിലേക്കുള്ള 2 ബോൾട്ടുകൾ ഇതിനോട് ചേർത്താണ് ടൈറ്റ് ചെയ്യേണ്ടത്. സ്വിച്ച്, ആക്സിലേറ്റർ എന്നിവ നമുക്ക് ഇനി ഫിറ്റ് ചെയ്യാം. പൈപ്പിൽ ഒരു ഹോളുണ്ട്, അതിലൂടെ കടത്തിയാണ് നമ്മൾ ആക്സിലേറ്ററും സ്വിച്ചും ഫിറ്റ് ചെയ്യുന്നത്. ആക്സിലേറ്റർ കേബിൾ, വയർ എന്നിവ ഫിറ്റ് ചെയ്യുന്ന വിധമാണ്. ആക്സിലേറ്റർ കേബിളിൻ്റെ ഹെഡ് ഇപ്പോൾ കാണുന്നത് പോലെ ട്രിഗറിൻ്റെ ഒരു ഹോളിൽ കടത്തി ലോക്ക് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ആക്സിലേറ്റർ കേബിൾ ലോക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ആക്സിലേറ്റർ കേബിളിൻ്റെ മറുവശം ഇപ്പോൾ കാണുന്നത് പോലെ കാർബറേറ്ററിലേക്ക് കണക്ട് ചെയ്യാവുന്നതാണ്.
ഇനി നമുക്ക് വയർ കണക്ട് ചെയ്യാം. ഇപ്പോൾ വാട്ടർ പമ്പിൻ്റെ ഫിറ്റിങ്സ് പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ നല്ല മഴ പെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് 3-4 പ്രാവശ്യം എനിക്ക് ഇതെടുത്തുകൊണ്ട് ഓടേണ്ടി വന്നു സെറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ. ഇന്ന് ഞാൻ ഒരു വർക്കിംഗ് വീഡിയോയും കൂടെ ചെയ്യണമെന്ന് ഓർത്തിരുന്നതാണ്, പക്ഷേ ഇന്ന് കാലാവസ്ഥ കൊണ്ട് കഴിയുന്നില്ല. ഇനി നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. താമസിക്കാതെ തന്നെ ഞാനൊരു വർക്കിംഗ് വീഡിയോ ചെയ്യുന്നതാണ്. ഈ അറ്റാച്ച്മെൻറ്റിൻ്റെ വില ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള മറ്റ് വീഡിയോകൾ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.